എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പരീക്ഷ ഗണിതശാസ്ത്രമായിരുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയിൽ ആ ഒരു സബ്ജക്റ്റ് അതായത് ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ടഫായിരിക്കും, അതായത് കുറച്ച് വിഷമമായിരിക്കും. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ആ ഒരു പരീക്ഷ അതായത് ഏകദേശം എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന മാത്സിൻ്റെ അതായത് ഗണിതശാസ്ത്രത്തിൽ നിന്നും ഇക്വേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? അതുപോലെ തന്നെ സമാന്തര ശ്രേണിയുടെ ആ ഒരു ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്നത്തെ പരീക്ഷ, അതായത് ഈസി ആയിട്ടാണോ അനുഭവപ്പെട്ടത്, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് കുറച്ച് വിഷമമായിരുന്നോ, അല്ലെങ്കിൽ ഈസി ആയിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അത് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം ഓൾറെഡി പരീക്ഷ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാളത്തെ പരീക്ഷ അതായത് ബുധനാഴ്ചത്തെ പരീക്ഷ ഒന്നാം ഭാഷ പാർട്ട് 2 ആണ്. അതായത് ഒന്നാം ഭാഷയിൽ വിദ്യാർത്ഥികൾ മലയാളം ഉണ്ടാകും, തമിഴ്, കന്നഡ, അതുപോലെ സ്പെഷ്യൽ ഇംഗ്ലീഷ്, ഫിഷറീസ് സയൻസ്, അത് ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ്. അതുപോലെ അറബിക് ഓറിയൻ്റൽ 2ാം പേപ്പർ, അത് അറബിക് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും. സംസ്കൃതം ഓറിയൻ്റൽ 2ാം പേപ്പർ, അത് സംസ്കൃതം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കുമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഏത് ഭാഷയാണ് ഒന്നാം ഭാഷയിലെ പാർട്ട് 2 ആയിട്ട് എടുത്തിട്ടുള്ളത്, ആ ഒരു പരീക്ഷയാണ് ബുധനാഴ്ച ഉണ്ടാവുക. രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പരീക്ഷ എന്ന് പറയുന്നത് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മിനിമം ഒരു 35 മാർക്ക് വാങ്ങിക്കാനായിട്ടെങ്കിലും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഈസി ആയിട്ടാണോ അല്ലെങ്കിൽ ടഫായിട്ടാണോ ഉണ്ടായിരുന്നത് എന്നുള്ളതും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ആ ഒരു സബ്ജക്റ്റ് പരാജയപ്പെടും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് CE മാർക്കും അതുപോലെ എഴുത്ത് പരീക്ഷ ലഭിക്കുന്ന മാർക്കും അതുപോലെ പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ മാർക്കും കൂട്ടി ടോട്ടലായിട്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്നുമാണ് ജയിക്കാനുള്ള മാർക്കായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് 30 മാർക്ക്, അതായത് CE ഉൾപ്പെടെ 100ലാണ് വരിക. അപ്പോൾ 100ൽ 30 മാർക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 40ലുള്ള മാർക്കാണെങ്കിൽ 10 മാർക്ക് CE ഉൾപ്പെടെ 50ൽ 15 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു 15 മാർക്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് CE ലഭിക്കും. അതുപോലെ തന്നെ 5 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിയാൽ മതി. അതുപോലെ 30 മാർക്ക് വാങ്ങണം എന്നുള്ളിടത്ത് 20 മാർക്ക് CEയും 10 മാർക്ക് എഴുത്ത് പരീക്ഷയിലും നിങ്ങൾക്ക് നേടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് D+ ഗ്രേഡ് ലഭിച്ച് പാസ്സാകും. അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്ന പക്ഷം നിങ്ങളുടെ ഗ്രേഡ് കൂടും, അതായത് C+, B+, A+, ഈ ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഈ ഒരു പരീക്ഷ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ട. നിങ്ങൾ അടുത്തതായിട്ടുള്ള പരീക്ഷകൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ കെമിസ്ട്രി പോലുള്ളവയൊക്കെ നന്നായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. കാരണം ആ ഒരു പരീക്ഷയ്ക്ക് ഏകദേശം 2 ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അവസരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മലയാളം പരീക്ഷയ്ക്ക് ഒരു ദിവസമാണ്. അതായത് ഇനി അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ഏകദേശം അതായത് ബുധനാഴ്ചയാണ് പരീക്ഷ വരിക. അപ്പോൾ ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ 13ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ. അപ്പോൾ വിദ്യാർത്ഥികൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ട. കാരണം പരീക്ഷ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് അത് ആലോചിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് ഇത്ര മാർക്കാണ് മാത്സിന് കിട്ടുക, അതായത് ഗണിതശാസ്ത്രത്തിന് കിട്ടുക, അങ്ങനെയെങ്കിൽ എനിക്ക് എത്ര ഗ്രേഡ് ലഭിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം 80 മാർക്കിലാണ് ഈ ഒരു പരീക്ഷ ഉണ്ടാവുക. 20 മാർക്കാണ് CE മാർക്ക്, ടോട്ടൽ 100 മാർക്കാണ്. ഇതിൽ നിങ്ങൾക്ക് അതായത് 80 മാർക്കിൽ നിങ്ങൾക്കൊരു 30 മാർക്കാണ് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയത്. അങ്ങനെയെങ്കിൽ 20 മാർക്ക് CE, ടോട്ടൽ 50 മാർക്ക്. അപ്പോൾ 50 ആണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 50% മുതൽ 59% വരെ C+ ആണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് C+ ഗ്രേഡാണ് കിട്ടുക. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക്
20 മാർക്കാണ് 80-ൽ മാത്സിന്, അതായത് ഗണിതശാസ്ത്രത്തിന് കിട്ടിയത്. അതിൽ 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 40 മാർക്കാണ്. അപ്പോൾ 40 മാർക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ നോക്കുക, 40 മുതൽ 40-50% വരെ C ഗ്രേഡാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് C ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു അതായത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, ഏത് ഗ്രേഡ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞത് ആലോചിക്കുക, അതായത് നിങ്ങൾ ഇനി കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ട, ഇനി വരാൻ പോകുന്ന അതായത് ഈ ഒരു ഭാഷയിലെ പാർട്ട് 2 ആയിട്ടുള്ള, അതായത് ഒന്നാം ഭാഷയിലെ പാർട്ട് 2 ആയിട്ടുള്ള ആ ഒരു ലാംഗ്വേജ് എക്സാം നിങ്ങൾക്ക് ഏതാണോ അത് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ഊർജ്ജതന്ത്രമാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പരീക്ഷയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ഉറപ്പായിട്ടും കിട്ടുന്ന സബ്ജക്റ്റുകളാണ് ഈ ഒരു രസതന്ത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ തന്നെ, അതായത് ഉറപ്പായിട്ടും ആ ഒരു സബ്ജക്റ്റിന് A+ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് രസതന്ത്രമല്ല, ഊർജ്ജതന്ത്രമാണ് വെള്ളിയാഴ്ചയുള്ള എക്സാമിനേഷൻ. ബുധനാഴ്ചയുള്ള എക്സാമിനേഷൻ ഒന്നാം ഭാഷ പാർട്ട് 2 ആയിട്ടുള്ള മലയാളം, തമിഴ്, കന്നഡ, അതുപോലെ സ്പെഷ്യൽ ഇംഗ്ലീഷ്, ഫിഷറി സയൻസ്, അതുപോലെ തന്നെ അറബിക് ഓറിയൻ്റൽ, സംസ്കൃതം ഓറിയൻ്റൽ, ഇതിൽ ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ ഒരു പരീക്ഷയാണ് ഇനിയുള്ള, അതായത് ബുധനാഴ്ചത്തെ പരീക്ഷ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.